ഒരു ജോലിയുടെ കഷ്ടപ്പാട് അറിയണമെന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്യുന്ന ആളോട് ചോദിക്കണം. അതല്ലാതെ പുറത്ത് നിൽക്കുന്ന ആളോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. ഞാൻ ഒരു ആങ്കറാണ്. ഞാൻ കുറേ കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് ഒരു 1-2 മണിക്കൂർ സ്റ്റേജിൽ കയറിയിട്ട് വർത്താനം പറഞ്ഞാൽ പോരെ, പൈസ കിട്ടൂലെന്ന്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ആങ്കർ, ഒരു സ്റ്റേജ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു MC എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നറിയോ? മേ ബി ഒരു 3 ഹവേഴ്സിൻ്റെ ഇവൻ്റ് ആവും. ആ 3 ഹവേഴ്സ് ചിലപ്പോൾ ആ ഒരു ആങ്കറിന് ഇരിക്കാൻ പറ്റണം എന്നില്ല. ആ ഒരു 3 മണിക്കൂർ ആ ഒരു ആങ്കർ നിന്നുകൊണ്ട് ജോലി ചെയ്യണം. അതുപോലെ തന്നെ അയാൾക്കൊരു ചാർട്ട് കൊടുക്കും. ആ ചാർട്ട് കംപ്ലീറ്റ് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് വേണം പറയാൻ. അതുപോലെ പറയുന്ന കാര്യങ്ങളിൽ തെറ്റ് വരുന്ന സമയത്ത് ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും റിയാക്ഷൻസ് വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ആ ഒരു ക്രൗഡിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സ്റ്റേജിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ഒരു ആങ്കർ അത് ഡീൽ ചെയ്യണം. ഇനി ഒക്കെ പോട്ടെ, ഇപ്പം നാളെ ഞാനൊരു ഇവൻ്റ് എടുത്ത് എനിക്ക് പേഴ്സണലി ഓക്കെ അല്ല, ഞാൻ മെൻ്റലി ഞാൻ ഓക്കെ അല്ല, ഫിസിക്കലി ഞാൻ ഓക്കെ അല്ലെങ്കിൽ പോലും ഞാൻ കമ്മിറ്റ് ചെയ്തൊരു വർക്ക് ഞാൻ തന്നെ ചെയ്യണം, നിർബന്ധമാണ് ഞാൻ ചെയ്യാന്നുള്ളത്. ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ആങ്കർ എന്തായാലും ആ വർക്ക് ഏറ്റെടുത്ത് ചെയ്യും. ആ ഒരു സമയത്ത് അയാൾ എത്ര ഇമോഷണലി ഓക്കെ അല്ലെങ്കിൽ പോലും അയാൾ അത് സ്റ്റേജിൽ കാണിക്കാൻ പാടില്ല, അയാൾ കാണിക്കില്ല. അതാണ് ആ ഒരു ആങ്കറിൻ്റെ പവർ എന്ന് പറയുന്നത്. നമ്മൾ വാതോരാതെ സംസാരിച്ചുകൊണ്ടാണ് നമ്മൾ ആ പേയ്മെൻറ്റ് അയാളിൽ നിന്ന് വാങ്ങുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പേയ്മെൻറ്റ് വാങ്ങുന്നത്. ഒരിക്കലും ഒരു ആങ്കർ വേറൊരു ആങ്കറിനോട് പറയില്ല എന്ത് അതിൻ്റെ ഇത് സിമ്പിൾ ജോലിയല്ലെന്ന്. കാരണം അയാൾക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്, കഷ്ടപ്പാട് എന്താണെന്ന്. ഇത് ഞാൻ ആങ്കേഴ്സിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്, എല്ലാ ജോലി ചെയ്യുന്ന ആളുകൾക്കും അവരുടെ ജോലിയിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് നല്ല രീതിയിൽ അറിയാം. അതൊരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റൊരാൾക്ക് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഓരോ ജോലിക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ട്.